ഹലോ എവരി വൺ, ഇറ്റ്സ് മീ ചന്ദ്രു. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കഴിഞ്ഞ ഞായറാഴ്ച നടന്ന കേട്ടറ്റ് എക്സാമിൻ്റെ ആൻസേഴ്സാണ്. ഓക്കെ, ഇപ്പം കേട്ടറ്റ് എക്സാം കഴിഞ്ഞ് കുറച്ച് ഈ പ്രാവശ്യം സാധാരണ നമ്മൾ 2 ദിവസത്തിനുള്ളിൽ തന്നെ ചെയ്യുന്നതാണ്. ഈ പ്രാവശ്യം കുറച്ചുകൂടി ലേറ്റ് ആയിപ്പോയി. എനിവേസ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് സൈക്കോളജി. അടുത്ത ദിവസം ഹിന്ദിയുടെയും കൂടി അപ്ലോഡ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ സൈക്കോളജിയുടെ ഒരു 30 ക്വസ്റ്റ്യൻസാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, പിന്നെ കേട്ടറ്റ് എക്സാമിനെ കുറിച്ച് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കും. 1-2 പേര് എനിക്ക് കമൻറ്റ് ചെയ്തായിരുന്നു. ഓക്കെ, പിന്നെ നമ്മുടെ വീഡിയോസ് കൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഒക്കെ കിട്ടുക അതും ഒന്ന് കമൻറ്റ് ചെയ്തേക്കും. കാരണം ഇനി നമ്മൾ ഫർദർ വീഡിയോസ് ചെയ്യുമ്പോൾ അത് ഹെൽപ്ഫുള്ളായിരിക്കും. ഇപ്പോൾ നേരത്തെ നമ്മൾ കേട്ടന്നെ ചെയ്തുകൊണ്ട് ഇപ്പോൾ നമ്മൾ സ്കൂളിലേക്കുള്ള വീഡിയോസും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, എനിവേസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇത് ഏത് സെറ്റാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഓക്കെ, സോ എനിവേസ് നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് പോവാം. 20 ആണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ലീസ്റ്റ് ലൈക്ലി ടു ഇൻഫ്ലുവൻസ് എ ചൈൽഡ്സ് എസ്റ്റീം? ഒരു കുട്ടിയുടെ ആത്മാഭിമാനത്തെ ഏറ്റവും കുറവ് സ്വാധീനിക്കുന്നത് എന്ത് എന്നതാണ് ക്വസ്റ്റ്യൻ. ടീച്ചേഴ്സ് അപ്രൂവൽ, പീഴ്സ് ഇൻഫ്ലുവൻസ്, പാരൻറ്റിങ് സ്റ്റൈൽസ്, സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്. ഇതിൽ ഏതാണ് ഒരു കുട്ടിയുടെ ആത്മാഭിമാനത്തെ ഏറ്റവും കുറവ് സ്വാധീനിക്കുന്നത്? അതിൻ്റെ ആൻസർ ഡി ആണ് വരുന്നത്, സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് പോകുന്നു എന്നോർത്ത് ഇതിൽ ആൻസേഴ്സിൽ വ്യത്യാസം വരാം. ഞാൻ ആദ്യമേ പറയാം, ചിലപ്പോൾ ഒഫീഷ്യൽ ആൻസർ കീ വരുമ്പോൾ വ്യത്യാസം വരാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതൊന്ന് അനലൈസ് ചെയ്ത് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്ത് പോകുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, which among the following is not a principle of development? Development is a continuous process. Development is a cumulative process. Development proceeds from specific to general. Development is predictable. ഇതിൽ ഏതാണ് not a principle of development? സോ ഇതിൻ്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ഡെവലപ്മെൻറ്റ് പ്രൊസീഡ്സ് ഫ്രം സ്പെസിഫിക് ടു ജനറൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ദ കറൻറ്റ് അപ്രോച്ച് ടു അസസ്മെൻറ്റ്? അസസ്മെൻറ്റിൻ്റെ കറൻറ്റ് അപ്രോച്ചിനെ ഡിനോട്ട് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? അസസ്മെൻറ്റ് ഷുഡ് ബി ഇൻറ്റിഗ്രേറ്റഡ് വിത്ത് ദ ഇൻസ്ട്രക്ഷണൽ പ്രോസസ്. അസസ്മെൻറ്റ് ഷുഡ് ബി ഡൺ ഓൺലി ആഫ്റ്റർ കംപ്ലീറ്റിംഗ് എ യൂണിറ്റ്. അസസ്മെൻറ്റ് ഷുഡ് ബി ഡൺ ഓൺലി അറ്റ് ദ എൻഡ് ഓഫ് ദ അക്കാഡമിക് ഇയർ ആൻഡ് അസസ്മെൻറ്റ് ഈസ് നോട്ട് എസെൻഷ്യൽ. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ കറൻറ്റ് സിറ്റുവേഷൻ അനുസരിച്ച് നമ്മുടെ പഠനത്തോടൊപ്പം തന്നെ വിലയിരുത്തലും കൊണ്ടുപോകുന്ന ഒരു രീതിയാണ്, അല്ലെങ്കിൽ ആ ഒരു അസസ്മെൻ്റാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ അസസ്മെൻറ്റ് ഷുഡ് ബി ഇൻറ്റിഗ്രേറ്റഡ് വിത്ത് ദ ഇൻസ്ട്രക്ഷണൽ പ്രോസസ്സ് എന്നതാണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ഈ അടയാളപ്പെടുത്തിയിരിക്കുന്ന എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അയച്ചു തന്ന കുട്ടി അടയാളപ്പെടുത്തിയതാണ്. ഓക്കെ, അതുകൂടി ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ആൻസേഴ്സ് പറഞ്ഞു പോകാം. സെലക്ട് ദ ഓഡ് വൺ ഫ്രം ദ ഫോളോയിങ്. തീമാറ്റിക് അപ്രീസിയേഷൻ ടെസ്റ്റ്, ചിൽഡ്രൻസ് അപ്രീസിയേഷൻ, അപ്പർസെപ്ഷൻ ടെസ്റ്റ്, വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്, രാമൻസ് പ്രോഗ്രസീവ് മെട്രിക്സ് ടെസ്റ്റ്. ഇതിൻ്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണെന്നാണ് തോന്നുന്നത്. തൽക്കാലം ഡി ലോക്ക് ചെയ്യാം. നെക്സ്റ്റ് നോക്ക്, വാട്ട് വാസ് ദ ഫോക്കസ് ഓഫ് സ്റ്റഡി ഓഫ് ഡേവിഡ് മാക്ലെലാൻഡ്? അദ്ദേഹത്തിൻ്റെ ഫോക്കസ് ഓഫ് സ്റ്റഡി എന്തായിരുന്നു? സെൽഫ് ആക്ച്വലൈസേഷൻ, സ്പിരിച്വൽ ഇൻ്റലിജൻസ്, അച്ചീവ്മെൻറ്റ്, മോട്ടിവേഷൻ, ലെവൽ ഓഫ് ആസ്പിരേഷൻ. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി, അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ഇന്ന് ആക്ച്വലി ഇത് 5ാമത്തെ വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ 9ാം ക്ലാസ്സിലെ പുതിയ ടെക്സ്റ്റ് മാറി വന്നുകൊണ്ട് ആ വീഡിയോ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൊരു സ്റ്റോറി 4 പാർട്ടായിട്ട് ഇന്നാണ് അപ്ലോഡ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇത് ഇന്ന് ചെയ്യുന്ന 5ാമത്തെ വീഡിയോ ആണ്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ എ ടീച്ചർ ടു ക്രിയേറ്റ് സൈക്കോളജിക്കൽ റെഡിനെസ് പ്രയർ ടു ലേണിംഗ്. അപ്പോൾ എന്താണ് ഇതിനകത്ത് റെഡിനെസ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അങ്ങനെ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ആൻസർ കിട്ടും. തോണ്ടൈക്കിൻ്റെ തിയറിയിലാണ് ലോ ഓഫ് റെഡിനെസ് വരുന്നത്. ഓക്കെ, അപ്പോൾ 25ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, തോണ്ടൈക്കാണ്. ഓക്കെ, ഓക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റഡി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ദ സ്റ്റുഡൻറ്റ് മസ്റ്റ് ബി റെഡി ഫോർ ദാറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 26ാമത്തെയാണ്. മനു ഇസ് എ 10-year-old boy. ഹിസ് മെൻ്റൽ ഏജ് ഈസ് 14. ബേസ്ഡ് ഓൺ ഹിസ് IQ, മനു ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ്.
ഓക്കെ. സോ ഇതിനകത്ത് മനുവിൻ്റെ ക്രൊണോളജിക്കൽ ഏജ്, അതായത് CA എന്ന് പറയുന്ന 10 ആണ്. മെൻ്റൽ ഏജ് MA എന്ന് പറയുന്ന 14 ആണ്. അപ്പോൾ IQ എന്ന് പറയുന്നത് നമ്മളുടെ MA/CA × 100. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 14/10 × 100. അപ്പം 140 വരുമ്പോൾ ആ കുട്ടി ജീനിയസ് എന്ന ഒരു ഇതിലേക്ക് വരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആസ് എ ടീച്ചർ വാട്ട് ഡു യു ഡു ടു പ്രൊമോട്ട് ക്രിയേറ്റിവിറ്റി എമംഗ് സ്റ്റുഡൻസ്? സ്റ്റുഡൻസിൽ ക്രിയേറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ പ്രോബ്ലം സോൾവിങ്, അതായത് ആമ്പിൾ ഓപ്പർച്യൂണിറ്റി, അതായത് ആവശ്യമായിട്ടുള്ള പ്രശ്ന പരിഹാരത്തിനായിട്ടുള്ള അവസരങ്ങൾ ഒരുക്കുക. പിന്നെ ആസ്ക് ചലഞ്ചിങ് ക്വസ്റ്റ്യൻസ് ടു സ്റ്റുഡൻസ്, അതും ശരിയാണ്. പ്രൊവൈഡ് ചാൻസസ് ഫോർ ഫ്രീ എക്സ്പ്രഷൻ ഇൻ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ്, അപ്പോൾ ഒരു ഫ്രീ എക്സ്പ്രഷനുള്ള അവസരം കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം തന്നെ ശരിയാണ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ D ആണ്. നെക്സ്റ്റ് ആണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കോൺട്രിബ്യൂഷൻ ഓഫ് ജെറോം എസ് ബ്രൂണർ? ഓക്കെ, ജെറോം എസ് ബ്രൂണറിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഡിസ്കവറി ലേണിംഗ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Vinod is Rani's elder brother. Her parents used to celebrate the birthday of her brother luxuriously and presents him with costly gifts. Okay, whereas her birthday is celebrated in a dry manner. Here the parents are showing gender discrimination, gender equality, gender neutrality, gender role. ഓക്കെ, അപ്പം എന്താണ്? വിനോദ് എന്ന് പറയുന്നത് റാണിയുടെ സഹോദരനാണ്. പക്ഷേ അവരുടെ പാരൻസ് വിനോദിൻ്റെ ബർത്ത്ഡേ നന്നായി സെലിബ്രേറ്റ് ചെയ്യും, റാണിയുടെ ബർത്ത്ഡേ സില്ലി തിങ്ങായിട്ട് എടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ അവിടെ പാരൻസ് എൻ്റെ ആ ഒരു ബിഹേവിയർ എന്താണ്? അപ്പോൾ അതെന്ന് പറയുന്നത് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആണ്. 7 എന്ന് പറയുന്നത് A. നെക്സ്റ്റ് ആണ് എ ചൈൽഡ് ഹൂ ഫ്രീക്വൻ്റ്ലി ആസ്ക്സ് എക്സ്ട്രാ ഓർഡിനറി ക്വസ്റ്റ്യൻസ് ഇൻ ദ ക്ലാസ് ആൻഡ് ഹൂ സോൾവ്സ് പ്രോബ്ലംസ് ഇൻ ആൻ ഇന്നോവേറ്റീവ് വേ ക്യാൻ ബി കൺസിഡേർഡ് എസ്. അതായത് എക്സ്ട്രാ ഓർഡിനറി ക്വസ്റ്റ്യൻസ് ചോദിക്കുകയും അതുപോലെ തന്നെ പ്രോബ്ലംസ് ഒരു ഇന്നോവേറ്റീവ് വേയിൽ സോൾവ് ചെയ്യുകയാണെങ്കിൽ ആ കുട്ടി ഒരു ക്രിയേറ്റീവ് ചൈൽഡ് ആയിരിക്കും. ഓക്കെ, സോ ദ റൈറ്റ് ആൻസർ ഈസ് C. Which of the approaches to personality gave emphasis to the nature of human body? Trait approach, type approach, psychoanalytic approach, behavioristic approach. ഇതിൻ്റെ ടൈപ്പ് സമീപനം ആണെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ B റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ആണ് എ കളക്ഷൻ ഓഫ് സ്റ്റുഡൻസ് വർക്ക് റെപ്രസെൻറ്റിങ് എ സെലക്ഷൻ ഓഫ് പെർഫോമൻസ് ഈസ് കോൾഡ് പോർട്ട്ഫോളിയോ. ഇപ്പോൾ B.Ed.നൊക്കെ ആയാലും പോർട്ട്ഫോളിയോ ഉണ്ട്. അതിലാണ് നമ്മളുടെ ഫുൾ ആ ഒരു 2 വർഷത്തെ പെർഫോമൻസിൻ്റെ ഒരു കളക്ഷൻ. ഇപ്പോൾ ഫോട്ടോസ് കാണും, ഡീറ്റെയിൽസൊക്കെ അടങ്ങിയ ഒരു കളക്ഷനാണത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 4. The idea know oneself is related to which of the following types of multiple intelligence? ഗാർഡ്നറിൻ്റെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറിയായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അവനവനെ തന്നെ അറിയുക, അത് ഇതിൽ വരും. ഇൻട്രാ പേഴ്സണൽ ഇൻ്റലിജൻസിലാണ് ഇത് വരിക. ഓപ്ഷൻ B ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. According to Piaget's view of cognitive development, the concrete operational stages എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ, അതായത് പിയാഷയുടെ ഡെവലപ്മെൻ്റൽ തിയറിയിലെ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് 7 to 11 years ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. മെത്തേഡ്സ് ദാറ്റ് ക്യാൻ ബി അഡോപ്റ്റഡ് ടു cater the needs of children with special needs in inclusive setting include assistive technology, individualized instruction, curricular adaptation, all of the above. So the right answer is all of the above. ഓക്കെ, എല്ലാം യൂസ് ചെയ്യാൻ പറ്റും ഫോർ എ ഇൻക്ലൂസീവ് ക്ലാസ് റൂം. നെക്സ്റ്റ് ആണ് ദ സൈക്കോളജിസ്റ്റ്. The psychologist who made an authentic study on the psychosocial development of individuals. ഓക്കെ, 29ാമത് റൈറ്റ് ആൻസർ B. എറിക് എറിക്സൻ്റെ സൈക്കോസോഷ്യൽ ഡെവലപ്മെൻറ്റ് തിയറി. 29 B. 30. The evaluation in which the student is unable to understand the level of his involvement in group learning activities is. അതായത് ഒരു ഗ്രൂപ്പ് ലേണിംഗ് ആക്ടിവിറ്റീസിൽ ഒരു സ്റ്റുഡൻറ്റിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ അല്ലെങ്കിൽ ഇൻവോൾവ്മെൻറ്റ്
നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ അത് ക്ലാസ് ടെസ്റ്റിലൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അത് ക്ലാസ് ടെസ്റ്റാണ് റൈറ്റ് ആൻസറായിട്ട് വരുന്നത്. ഒരു ഗ്രൂപ്പ് ലേണിങ്ങിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഒന്നും നമുക്കതുവഴി പറയാൻ പറ്റില്ല. ഒരു കുട്ടിയുടെ ഇൻഡിവിജ്വൽ പെർഫോമൻസ് ആണ് ക്ലാസ് ടെസ്റ്റിൽ നമുക്ക് കിട്ടുക. നെക്സ്റ്റ് ആണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് നോട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ചിൽഡ്രൻ വിത്ത് ലേണിംഗ് ഡിസബിലിറ്റീസ്. നോട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലേണിംഗ് ഡിഫിക്കൽട്ടി, ലോ ഇൻ്റലക്ച്വൽ ലെവൽ, അതായിരിക്കാം ഒരുപക്ഷെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എസെൻഷ്യൽ പ്രീ കണ്ടീഷൻ ഫോർ ലേണിംഗ്. 9 മെച്യൂറേഷൻ ആയിരിക്കും. ഓക്കെ, നമുക്ക് മെച്യൂരിറ്റി ആ ഏജിനുണ്ടെങ്കിലാണ് നമുക്ക് ആ കാര്യം പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ ലേൺ ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ആണ് 10. ദ ഐഡിയ വിച്ച് ഈസ് നോട്ട് റിലേറ്റഡ് ടു സോഷ്യോമെട്രി. സോഷ്യോമെട്രിയിൽ ഇല്ലാത്ത ഒരു സംഭവമാണ് ഗ്യാങ്. സ്റ്റാർ ഉണ്ട്, ക്ലിക്ക് ഉണ്ട്, ഐസൊലേറ്റ്സും ഉണ്ട്. ക്ലിക്കും ഒരു രീതിയിൽ പറഞ്ഞ ഒരു ചെറിയ ഗ്യാങ് ആണ് ഓഫ് 3 people. ഓക്കെ, നെക്സ്റ്റ് ആണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കോസ് ഫോർ ഫോർഗെറ്റിംഗ്. 11 സി ആണെന്ന് തോന്നുന്നു അതിൻ്റെ റൈറ്റ് ആൻസർ, ചങ്കിങ്. നെക്സ്റ്റ് ആണ് 15. സെലക്ട് ദ ഓഡ് വൺ ഫ്രം ദ ഗീവൺ ഓപ്ഷൻസ്. കൊളാബറേറ്റീവ് ലേണിംഗ്, ഡയലോജിക്കൽ ലേണിംഗ്, ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ, റെസിപ്രോക്കൽ ടീച്ചിങ്. അപ്പോൾ 15ാമത്തേൻ്റെ റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ. ഓക്കെ, തൽക്കാലം അത് ലോക്ക് ചെയ്യാം. നെക്സ്റ്റ് ആണ് ഹൂ ഈസ് ദ ഫൗണ്ടർ ഓഫ് പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ. അതിൻ്റെ ആൻസർ 16 ആണ്, ജോൺ ഡ്യൂയി ആണ്. ഓക്കെ, ഏകദേശം തീരാറായിട്ടുണ്ട്. റിജു ഈസ് എ സ്ട്രോങ് ഫാൻ ഓഫ് ഹിസ് ഫേവറേറ്റ് ഫിലിം സ്റ്റാർ. ഹി ഇമിറ്റേറ്റ് the style and characteristics of the star. The defense mechanism exhibited by Riju is ഏതാണ്? ഐഡൻറ്റിഫിക്കേഷൻ ആണ്. 17A. നെക്സ്റ്റ് 18. മോസ്റ്റ് ഡിറ്റർമൈനിങ് ഫാക്ടർ ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ഒരു ഇൻഡിവിജ്വലിൻ്റെ ഡെവലപ്മെൻറ്റിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത് നമുക്കറിയാം, ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ 18 ഹെറിഡിറ്റി നമുക്ക് ലോക്ക് ചെയ്യാം, കാരണം എൻവയോൺമെൻറ്റ് രണ്ടും കൊടുത്തിട്ടുണ്ട്, ഫാമിലി കൊടുത്തിട്ടുണ്ട്, സ്കൂളിൽ. അപ്പോൾ നമുക്ക് ഹെറിഡിറ്റി ലോക്ക് ചെയ്യാം, അതായിരിക്കും കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് 19. ഇൻ്റലക്ച്വൽ സബ്നോർമാലിറ്റി ആൻഡ് ലാക്ക് ഓഫ് അഡാപ്റ്റീവ് ബിഹേവിയർ ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ചിൽഡ്രൻ. 19 ഇൻ്റലക്ച്വലി ഡിസേബിൾഡ് ചിൽഡ്രൻ. ഓക്കെ, നെക്സ്റ്റ് ആണ് 15. ഓക്കെ, അത് ആ പേജ് തന്നെ റിപ്പീറ്റ് വന്നിരിക്കുന്നതാണ്. ഓക്കെ, 19 നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ 8 തൊട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, അത് PDF ആയപ്പോൾ റിപ്പീറ്റ് വന്നുകൊണ്ടാണ്. ഇനി നമുക്ക് 3 ക്വസ്റ്റ്യൻ കൂടി ഡിസ്കസ് ചെയ്യാനുള്ളൂ. അത് 12ാമത്തെ ആണ്. സെലക്ട് ദ സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ടു വൈഗോസ്കിയൻ വ്യൂ ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് D ആണ്. ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് ഡസ് നോട്ട് ഇൻഫ്ലുവൻസ് ത്രൂ ഡെവലപ്മെൻറ്റ്. ഭാഷാ വികാസം ചിന്താവികാസത്തെ സ്വാധീനിക്കുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് ആണ് 13. അതിൽ കറക്റ്റ്ലി മാച്ച്ഡ് വൺ കണ്ടുപിടിക്കാൻ നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് തോണ്ടൈക്കിൻ്റെ. അപ്പം ട്രയൽ ആൻഡ് എറർ ലേണിംഗ് EL തോണ്ടൈക്ക്, അത് കറക്റ്റാണ്. അപ്പോൾ അതാണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ആണ് 14ാമത്തെ. ഹൂ പ്രപ്പോസ്ഡ് ദ യൂണിവേഴ്സൽ ഗ്രാമർ ഹൈപ്പോത്തിസിസ് ഓഫ് ലാംഗ്വേജ്. നോം ചോംസ്കി ആണ്. നമ്മൾ ഹിന്ദിയിലും പറയുന്നുണ്ട് സർവഭാഷാ വ്യാകരൺ എന്ന് പറയുന്ന കൺസെപ്റ്റ് അവതരിപ്പിച്ച് നോം ചോംസ്കി ആണ്. അപ്പോൾ ഇത്രയുമാണ് സൈക്കോളജിയുടെ 30 ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ ഹിന്ദിയുടെ നമുക്ക് വരുന്ന ദിവസം ഒന്ന് നോക്കാം. സോ ഗൈസ്, സീ യു ഇൻ ദ നെക്സ്റ്റ്. തബ് തക് കെ ലിയെ ഓക്കെ, ബൈ.